വേദനകൾ അരിച്ചു കയറുന്നത്. എവിടെ തൊട്ടാലും വേദനയാണ് ഇപ്പം നമുക്ക്. അവിടെ തൊട്ടാലും വേദന, ഇവിടെ തൊട്ടാലും വേദന, നിലത്തിരുന്നാൽ തന്നെ പ്രശ്നം, ആകെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ജിതാസനം എന്നുള്ളതിന് നമ്മൾ സ്ഥൂലാർത്ഥം എടുത്താൽ അപകടമാണ്. ഇരുന്ന് കേൾക്കണം എന്ന് പറഞ്ഞാൽ അപകടമാണ്. എങ്ങനെ ഇരിക്കണം എന്നുള്ളതല്ല മുഖ്യം. ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജിജ്ഞാസയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ജിതാസനം എന്ന് പറഞ്ഞാൽ അർത്ഥം എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷേ കേൾക്കുന്ന ആൾക്ക് എന്ത് വേണം? ഇത് മനസ്സിലാക്കണം എന്നുള്ള ജിജ്ഞാസ. അപ്പം ഈ ജിജ്ഞാസയാണ് ജിതാസനം. നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും കുഴപ്പമില്ല. ദുന്ദുകാരി എവിടെ ഇരുന്നിട്ടാണ് കേട്ടത്? മുളയുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ്. പക്ഷെ എന്തുണ്ടായിരുന്നു? ജിജ്ഞാസയുണ്ടായിരുന്നു. ഇതുപോലെ കേൾക്കുന്നവന് നല്ലവണ്ണം ജിജ്ഞാസ വേണം. എനിക്ക് അറിയണം, എനിക്ക് മനസ്സിലാക്കണം, എനിക്കതുകൊണ്ട് കാര്യമുണ്ട്. അങ്ങനെയുള്ള ജിജ്ഞാസയോട് കൂടിയിട്ട് കേൾക്കാൻ സാധിച്ചാൽ നമ്മൾ ജിതാസനന്മാരായി. ഇനി രണ്ടാമത്തതോ ജിതശ്വാസം എന്ന് പറയുന്നതോ, അങ്ങനെ കേട്ടാൽ മാത്രം പോരാ, ആ കേട്ടതിനെ നല്ലവണ്ണം മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ജിതശ്വാസം എന്ന് പറയുന്നത്. ശ്വാസത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ ശ്വാസം ഇല്ലാണ്ടിരിക്കുക നല്ല അർത്ഥം. കേട്ടതിനെ നല്ലവണ്ണം മനസ്സിലാക്കണം. കേൾക്കണം എന്നുള്ള ജിജ്ഞാസ ജിതാസനൻ, കേട്ടതിനെ നല്ലവണ്ണം മനസ്സിലാക്കണം എന്നുള്ളത്. അങ്ങനെ കേട്ടതിനെ മനസ്സിലാക്കാൻ ജിതസംഗനായിരിക്കണം. ജിതസംഗം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചോദ്യങ്ങളും സംശയങ്ങളും മനസ്സിലുണ്ടോ അതെല്ലാം നമ്മൾ മാറ്റിയെടുത്ത് അത്ര വ്യക്തതയിൽ നമ്മൾ അതിനെ ഉറപ്പിക്കുന്നതിനെയാണ് ജിതസംഗം എന്ന് പറയുക. സംഘത്തെ ജയിച്ചവെന്നർത്ഥം. അതായത് ഒരു അംശം പോലും സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. ഭാഗവതമൊക്കെ കേൾക്കുന്നവരുണ്ടല്ലോ, പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം കുട്ടിക്കാലത്തെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ കഥകളൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കൂടി വരും. അതങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, അതങ്ങനെയാണോ, ഇങ്ങനെയാണോ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമതത്തിൽ ആകെ സംശയമേ ഉള്ളൂ. എവിടെ തൊട്ടാലും സംശയമാണ്. അമ്പലങ്ങളിൽ പോയി നോക്കൂ. നിങ്ങൾക്ക് പരിചയമില്ലാത്ത അമ്പലത്തിലാണ് പോകുന്നതെങ്കിൽ ഞാൻ സാധാരണ എന്താ ചെയ്യാച്ചാൽ ആരെങ്കിലും ആ നാട്ടുകാരൻ ആദ്യം പോകേണ്ടത് നോക്കും. എന്നിട്ട് അവരെങ്ങനെയൊക്കെയാണോ തൊഴുന്നത് നമ്മൾ അവരുടെ പിന്നാലെ പോയിട്ട് തൊഴുതു വരും. കാരണം ഏതൊക്കെ അമ്പലത്തിൽ ഏതൊക്കെ രൂപത്തിലാണ് ചുറ്റേണ്ടത് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കുട്ടിക്കാലം മുതലേ അനവധി സംശയങ്ങളായിട്ട് വന്നവരാണ്. എന്നാൽ ആധ്യാത്മികമായി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അല്പം പോലും എന്തുണ്ടാവരുത്? സംശയങ്ങൾ. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ ചോദിക്കാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു നമുക്ക്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ചോദിക്കാൻ സ്വാതന്ത്ര്യം തന്ന ഒരേ ഒരു സംസ്കാരം ഹിന്ദുമതം മാത്രമാണ്. നിങ്ങൾ ഭാഗവതം തന്നെ എടുത്തു നോക്കൂ. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷത്ത് ചോദിക്കുന്നുണ്ട് അല്ലേ? ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിക്കുന്നുണ്ടോ? ഉണ്ടോ? ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അർജുനൻ നന്നായിട്ടുണ്ട്, കേമാവുണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടുകയാണോ? ഉടനെ അടിക്കുന്നുണ്ട് ഓരോ ചോദ്യം. ഭഗവാൻ ഇങ്ങനെ ധ്യാനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ അടിച്ചു വിടുമ്പോണ്ടല്ലോ അർജുനൻ പറയുന്നുണ്ട് ബ്ലഫ് അടിക്കരുത് കൃഷ്ണ എന്ന്. 4-ാമത്തെ അധ്യായത്തിലൊരു ഗംഭീര ശ്ലോകം ഉണ്ട്. ഭഗവാൻ പറയണോ, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ. ഞാൻ ഈ യോഗം പണ്ട് സൂര്യദേവന് പറഞ്ഞു കൊടുത്തിരുന്നു. ഉടനെ അർജുനൻ പറയുന്നുണ്ട്, കൃഷ്ണ നുണ പറയുന്നതിന് അതിരുണ്ട് കൃഷ്ണ. ഞാനും നീ ഒരുമിച്ച് ജനിച്ചിട്ട് നീ സൂര്യന് പറഞ്ഞു കൊടുത്തിരിക്കണു എന്ന് പറയുന്നു. ഇങ്ങനെ നുണ പറയുന്നു. ഉടനെ ഭഗവാൻ പറയുന്നുണ്ട്, ബഹൂനിമേ അർജുന, നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങളുണ്ടായി. അതൊക്കെ അഹം വേത്തി ത്വം ന വേത്തി. ഞാൻ അറിയുന്നു, നീ അറിയുന്നില്ല. അപ്പോഴാണ് അർജുനൻ മനസ്സിലാക്കുന്നത് കൃഷ്ണൻ പറയുന്നത് ദേവകീ ദേവിയുടെ പുത്രനായി വന്നിട്ടല്ല ഭഗവാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഗീതയിൽ നമുക്ക് കാണാം, ചഞ്ചലം ഹിമന കൃഷ്ണ. മനസ്സെന്ന് പറയുന്നത് കൃഷ്ണ നീ പറയുന്ന പോലെ ദൈവത്തിനെ അങ്ങോട്ട് വിചാരിക്കൂ എന്ന് പറയുമ്പോഴേക്കും ഇതെന്താ സാറ്റലൈറ്റോ? പെട്ടെന്ന് ദൈവത്തെ വിചാരിക്കാൻ അതാകെ കിടന്ന് പെടയാണ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഓരോരോ ചിന്തകളുമായിട്ട്. എന്നിട്ട് നീ പറയുന്നു കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇതെന്താ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ? ചഞ്ചലം, ആകെ ചഞ്ചലമാണ് എന്നൊക്കെ ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഭഗവാൻ ഉത്തരവും പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തും ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു നമുക്ക്. അപ്പം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം നേരത്തെ പറഞ്ഞല്ലോ, പ്രിയം ചോദിക്കരുത്, ഹിതേ ചോദിക്കാവോ. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന് സ്വാമി 16,008 ഭാര്യമാരല്ലേ, അവരുടെയൊക്കെ ഒന്ന് പേര് പറഞ്ഞു തരുമോ എന്ന്. ഏത് സ്വാമിയും പെട്ടുപോകും. ആർക്കറിയാൻ പറ്റിയൊക്കെ പേരുകൾ? നീ കൃഷ്ണനെ തന്നെ അറിയുമെന്ന് ആർക്കറിയാം? സ്വന്തം ഭാര്യമാരുടെ പേര് മുഴുവൻ വിളിക്കാന്ന് വെച്ചാൽ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും കൃഷ്ണന്. നോക്കൂ. അപ്പം നമ്മൾ അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും മനസ്സിനെ കാര്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കുറിച്ചുള്ള സംശയരഹിതമായ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ടോ നാലാമത്തതിനെയാണ്
ജിതേന്ദ്രിയ എന്ന് പറയാം. ജിതേന്ദ്രിയ എന്ന് പറഞ്ഞാൽ അറിഞ്ഞ അറിവിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കാനുള്ള കഴിവിനെയാണ് ജിതേന്ദ്രിയത്വം. അറിഞ്ഞ അറിവിൽ തന്നെ ജീവിതം നയിക്കാനുള്ള കഴിവ്, ഇത് ജിതേന്ദ്രിയത്വം. സ്ഥൂലേ ഭഗവതോ രൂപം മനസ്സന്ധാരേദ്യം. ഇനി സ്ഥൂലമായ ഭഗവാന്റെ രൂപത്തിൽ മനസ്സിനെ ധാരണ ചെയ്ത് ഉറപ്പിച്ചുകൊള്ളൂ. അപ്പൊ പരീക്ഷത്തിന് ആദ്യം സൂക്ഷ്മതത്വമല്ല പറഞ്ഞു കൊടുക്കുന്നത്, ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് സ്ഥൂല രൂപമാണ്. ഏതാണ് ഭഗവാന്റെ അസ്ഥൂല രൂപം? വളരെ മനോഹരമായിട്ട് പരീക്ഷത്തിന് വർണ്ണിച്ചു കൊടുക്കുന്നു. വിശേഷസ്തസ്യ ദേഹോയം സ്ഥവിഷ്ടസ്യ സ്ഥവീയസാം യത്രേദം ദൃശ്യതേ വിശ്വം ഭൂതം ഭവ്യം ഭവസ്യസൽ. ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം, അതിൽ നല്ലവണ്ണം ധാരണ ചെയ്യൂ. പാതാളമേതസ്യ ഹി പാദമൂലം പടന്തി പാഷ്ണിപ്രഭതേരസാതലം മഹാതലം വിശ്വസൃജോത ഗുൽഫോ തലാതലം വൈ പുരുഷസ്യ ജംഗേ. നല്ല ബുദ്ധി വേണത് മനസ്സിലാക്കാൻ. ഇത് വല്ലാത്ത രൂപമാണ്. ഇത് സാധാരണ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപമല്ല. പാതാളം, പാദം മനസ്സിൽ വരും വല്ലതും. പാതാളം പാദമൂലം. പിന്നീടോ വിരാട പുരുഷന്റെ ആ കാലടികളാണ് പാതാളം. പടന്തി പാഷ്ണി പ്രഭതേ രസാതലം. രസാതലം എന്ന് പറയുന്നത് ഭഗവാന്റെ, നമ്മൾ ഉപ്പുറ്റി പറയില്ലേ, മടമ്പ് പറയില്ലേ, ഭഗവാന്റെ ആ കാലുകൾ, കാലിന്റെ കടിപ്രദേശം, കുതിപ്രദേശം. മഹാതലം വിശ്വസൃജോത ഗുൽഫോ. മഹാതലം എന്ന് പറയുന്നത് ആ കാലിന്റെ ഞെരിയാണികൾ, രണ്ടാണികൾ, അതിനെയാണ് മഹാതലം എന്ന് പറയുന്നത്. തലാതലം വൈ പുരുഷസ്യ ജംഗേ. തലാതലം എന്ന് പറയുന്നത് കാൽവണ്ണ, മുട്ടിന് താഴെയുള്ള ഭാഗം. അപ്പൊ ഭഗവാന്റെ തലാതലമായി. ദേ ജാനുനി സുതലം വിശ്വമൂർത്തെ. രണ്ട് മുട്ടുകളെ ജാനുനി സുതലം എന്ന് പറയുന്നു. ഊരുദ്വയം വിതലം ചാതലം ച. ഊരു തുടകൾ, അത് വിതലമെന്നും അതലമെന്നും പറയുന്നു. മഹീതലം തൽ ജഗനം മഹീപദേ. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ അരക്കെട്ട് എന്ന് പറയുന്നത് ഭഗവാന്റെ എന്താണ്? ഈ അരക്കെട്ടിനെയാണ് നമ്മൾ ഭൂ എന്ന് പറയുന്നത്. നഭസ്ഥലം നാഭി സരോ ഗൃണന്തി. നഭസ് ഭഗവാന്റെ ആകാശമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ നാഭിയാണ് ആകാശം എന്ന് പറയുന്നത്. ഉരസ്ഥലം ജ്യോതി അനേകമസ്യ. സ്വർഗലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ മാറിടമാണ്. ക്രീവാ മഹർ വദനം വൈജനോസ്യ. മഹർലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ കഴുത്തുകളെയാണ്. തപോരരാടിം വിദുരാദിപുംസ സത്യം ചുശീഷ്ണാണി സഹസ്രശീഷ്ണ. ജനർലോകം എന്ന് പറയുന്നത് മുഖമാണ്. ഭഗവാന്റെ വദനം എന്ന് പറയുന്നത് ഭഗവാന്റെ എന്താണ്? മുഖത്തെയാണ് പറയുന്നത്. ഭഗവാന്റെ പിന്നീട് സത്യം തുശീഷ്ണാണി സഹസ്രശീഷ്ണ. സത്യലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ ശിരസ്സാണ്. ഇന്ദ്രാദയോ ബാഹവ ആഹുരസ്രാം. ഭഗവാന്റെ ഇന്ദ്രാദികൾ ഭഗവാന്റെ കൈകളാണ്. കർണോദിശ ശ്രോത്രം അമുഷ്യ ശബ്ദ. ദിക്കുകള്, കാതുകള്, ശബ്ദം, ഇതൊക്കെ ഭഗവാന്റെ കൈകളും ഭഗവാന്റെ കണ്ണുകളും കാതുകളൊക്കെയാണ്. നാസത്യതസ്രോ പരമസ്യ നാസേ ഗ്രാണോ സിഗന്ധോ മുഖമഗ്നിരിന്ധ. ഇങ്ങനെ ഭഗവാന്റെ ദിക്കുകൾ കാതുകളാണ്, ശബ്ദം പറഞ്ഞു. അതുപോലെ തന്നെ ഭഗവാന്റെ നാസാപുടങ്ങൾ അശ്വിനിദേവന്മാരാണ്. ഗന്ധം മൂക്കാണ്. അഗ്നി മുഖമാണ്. സൂര്യൻ കണ്ണുകളാണ്. ധൗരക്ഷണി ചക്ഷരബുത്പതംഗ. പശ്മാണി വിഷ്ണോ രഹനി അഹനി ഉപേച്ച തൽഭ്രോ വിജംബ പരമേശ്വരിഷ്ണ്യ മാ ഭോസ്യതാലോ രസയേവ ജിഹ്വ. ഇപ്രകാരം ഓരോന്നോരോന്നും ഇങ്ങനെ പറയുന്നു. വേദങ്ങൾ ബ്രഹ്മരന്ധ്രമാണ്. ഭഗവാന്റെ യമൻ എന്ന് പറയുന്ന പല്ലാണ്. ഭഗവാന്റെ പുഞ്ചിരിയാണ് മായ. ഭഗവാന്റെ ലജ്ജ എന്ന് പറയുന്ന മേൽച്ചുണ്ടാണ്. അതുപോലെ സ്തനങ്ങളാണ് ധർമ്മം. എന്നിങ്ങനെ വ്രീഡോത്തരോഷ്ടോധരയേവ ലോഭോ ധർമ്മസ്തനോ ധർമ്മപദോസ്യ പൃഷ്ടം കസ്തസ്യ മേഡ്രം വിഷണോച്ച മിത്ര കൊച്ചിത് സമുദ്ര ഗിരയോസ്തി സംഘ. വല്ലതും മനസ്സിലാവുണ്ടോ? അതിനെയാ സ്വാമി ഞങ്ങൾക്കും അറിയാത്ത. എന്താ സ്വാമി വായിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെയാണ്. ഇത് നമുക്ക് ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മൾ അങ്ങനെയല്ല ശീലിച്ചിരിക്കുന്നത്. പരീക്ഷത്തിനൊരു പക്ഷേ മനസ്സിലാവും. കാരണം അദ്ദേഹം പഠിച്ചു വളർന്ന രീതിയിലാവില്ല നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പം ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനത് പറഞ്ഞു കൊടുക്കുമ്പം അത് ഗ്രഹിക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവും? പരീക്ഷത്തിനുണ്ടാവും. പണ്ടുള്ള ഗുരുക്കന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ശിഷ്യന്റെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ശിഷ്യനെ ഉപദേശിക്കാനുള്ള കഴിവുള്ളവരായിരുന്നു. നിങ്ങൾക്ക് രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധിച്ചാൽ വേഗം മനസ്സിലാവും. വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്തെത്തുമ്പോണ്ടല്ലോ, വിവേകാനന്ദ സ്വാമികളോട് ഒരു വിഗ്രഹാരാധനയും രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു കൊടുക്കുന്നില്ല. ദേവി ഉപാസകനായിരുന്നു ആര്? കാളിയെ ഉപാസിച്ച ആളായിരുന്നു രാമകൃഷ്ണ പരമഹംസർ. പക്ഷെ ഒരു കാളി ഉപാസനയും ഒരു ദേവന്റെ ഉപാസനയും ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല? വിവേകാനന്ദ സ്വാമി. എന്നാൽ അതേ സമയം നരേന്ദ്രൻ പഠിക്കുമ്പോൾ തന്നെ അവിടെ വന്നു ചേർന്ന ഒരാളായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമികൾ. വിവേകാനന്ദ സ്വാമികളുടെ കണ്ടംപരയാണ്. അദ്ദേഹത്തിന് സാളഗ്രാമം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് ഉപാസിക്കൂ, ഇതിനെ പൂജിക്കൂ. ഇപ്പൊ വിവേകാനന്ദ സ്വാമികൾക്ക് എപ്പോഴും ഒരു വിഷമമുണ്ടായിരുന്നു, എന്തിനാ ഇദ്ദേഹം ഈ കല്ലെടുത്ത് പൂജിക്കുന്നത്? എന്നിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയും, കഷ്ടം, പാവം, ഒരു കല്ലിൽ അദ്ദേഹത്തിനെ കുരുക്കിയിടുന്നല്ലോ ഗുരുനാഥൻ. ഒരു ദിവസം വിവേകാനന്ദ സ്വാമി പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ എനിക്ക് കാണിക്കണം, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതുകൊണ്ടൊന്നും ഉയരാൻ പറ്റും തോന്നില്ല. ഈ ബ്രഹ്മാനന്ദ സ്വാമികൾ എന്ത് ചെയ്തു അത്രേ? ആ സാളഗ്രാമം എടുത്ത് ഗംഗയിൽ ഒഴുക്കാൻ കൊണ്ടുപോയി. അപ്പോഴാണ് അവിടുന്ന് രാമകൃഷ്ണ പരമഹംസർ വരുന്നത്. എങ്ങോട്ടാന്ന് വെച്ചു. അല്ല, ഇതുകൊണ്ട് കളയാൻ പോവുകയാണ്. ആര് പറഞ്ഞു? വിവേകാനന്ദൻ. അന്ന് പറയുന്നത് എന്താണെന്നറിയോ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അയാളുടെ കാര്യം നോക്കേണ്ടതില്ല. കാരണം നിനക്ക് എന്ത് പറഞ്ഞു തന്നോ ആ തലത്തിലേക്ക് എത്താൻ ആർക്ക് സാധിച്ചില്ല? ബ്രഹ്മാനന്ദന് സാധിച്ചില്ല. അയാൾക്ക് ആ തലത്തിൽ നിന്ന് തുടങ്ങണം. അമ്പലങ്ങളിലൊക്കെ അഭിഷേക സമയത്ത് ചൊല്ലേണ്ടുന്ന മന്ത്രമാണ് പുരുഷ സൂക്തം. 4 വേദത്തിലും വരും. ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും വരും. പറയുന്നത് എങ്ങനെയാണ് ആ മന്ത്രം? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാ അത്യധിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യേശാന യദന്യേനാതിരോഹതി. സഹസ്രശീർഷ പുരുഷ, ഒരു പുരുഷന് സഹസ്രശീർഷം. എത്ര തലകള്? അർത്ഥാവുമല്ലോ. സഹസ്രാക്ഷ സഹസ്രപാത്, 1000 കണ്ണും. അപ്പൊ ഹിന്ദുക്കളുടെ ദൈവത്തിന് 1000 തലയുണ്ട്, 1000 കണ്ണുമുണ്ട്, 1000 കാലുമുണ്ട്. ശരിക്കും 1000 തലയ്ക്ക് എത്ര കണ്ണ് വേണം? 1000 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അനന്തം തലകളും അനന്തം കണ്ണുകളും അനന്തം കാലുകളും, എല്ലാ കണ്ണിലൂടെയും സ്ഫുരിക്കുന്ന ചൈതന്യം ഒരു പുരുഷന്റെയാണ്. പുരുഷ ഏവേദം സർവം, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവൻ ഒരേ പുരുഷൻ തന്നെയാണ്. ഇപ്പൊ പാതാളത്തിലും ഭൂമിയിലും എവിടെ നോക്കിയാലും, മഹാതലത്തിലും രസാതലത്തിലും, സുതലം മതലം വിതലം രസാതലം മഹാതലം ഭൂഭുവ സ്വർ ലോകലോകം മഹർലോകം ജനലോകം തവർലോകം സത്യലോകം ബ്രഹ്മലോകം, ഇതിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാനല്ലാത്ത ഒന്നും ഇല്ല. ഇത് ഉറപ്പിച്ചുകൊണ്ട്, തത്വം ഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ മനസ്സിനെ ആ ഭഗവൽ വിചാരത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവസാനം പറയാണ്, യാനസോ ഈശ്വര വിഗ്രഹസ്യ യൽ സന്നിവേശക്കതിതോ മയാതേ സന്താരിതേസ്മിൻ വപുഷിസ്തവിഷ്ടേ മനസ്സ ബുദ്ധ്യാനയതോസ്തി കിഞ്ചിൽ. ഭഗവാന്റെ ഇത്തരത്തിലുള്ള യാൻ അസൗ ഈശ്വര വിഗ്രഹസ്യ, ഇത്രയും ഈശ്വരന്റെ രൂപത്തെ ഞാൻ കതിതോ മയാതേ അങ്ങേക്ക് പറഞ്ഞു തന്നു. സന്താരിതേ അസ്മിൻ വപുഷിസ്തവിഷ്ടേ, ഭഗവാന്റെ ആ സ്ഥൂലമായ രൂപത്തിൽ അങ്ങ് മനസ്സബുദ്ധ്യ, മനസ്സിനെ നല്ലവണ്ണം ധാരണ ചെയ്യൂ. യഥോ അസ്തി ന കിഞ്ചിൽ, ഇതിൽ നിന്ന് മറ്റൊന്നും കിഞ്ചിത് നിലനിൽക്കുന്നില്ല. ഇത് തന്നെയാണ് ഭഗവാന്റെ വിശ്വരൂപം എന്ന് പറയുന്നത്. സസർവതീ വൃത്യനുഭൂത സർവം ആത്മായത സ്വപ്നജനേക്ഷിതൈക തം സത്യമാനന്ദനിധിം ഭജേത അന്യത്ര സജ്ജേ യഥ ആത്മപാദം. ഇങ്ങനെ അങ്ങ് സ്വപ്നം കാണാറില്ലേ പരീക്ഷത്തെ? സ്വപ്നം കാണുന്ന സമയത്ത് അങ്ങയുടെ മനസ്സ് ഏതെല്ലാം രൂപങ്ങൾ എടുക്കുന്നു? ഒരു കല്യാണത്തിന് പോകുന്നതായിട്ട് സ്വപ്നം കാണുന്നില്ലേ? അങ്ങ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ വെച്ച് പല രൂപങ്ങളെയും കാണുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടതാരാണ്? കല്യാണത്തിന് പോകുന്നതായിട്ട് സ്വപ്നം കാണുന്നു. നമ്മൾ ആ സ്വപ്നത്തിൽ നിന്ന് ഉയർന്ന ശേഷം ഈ സ്വപ്നം മുഴുവൻ കണ്ടതാരാണ്? ഒരേ മനസ്സാണോ? വ്യത്യസ്ത മനസ്സാണോ? പക്ഷെ കണ്ട രൂപങ്ങളൊക്കെ വ്യത്യസ്തമാണല്ലോ. അപ്പം മനസ്സിന് പല പല രൂപങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് പോലെ ഭഗവാൻ പല പല രൂപങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്, പല പല ഭാവത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അത് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് സത്യമാനന്ദനിധിം ഭജേത, ആ ഭഗവാനെ നല്ലവണ്ണം അങ്ങ് ഭജിക്കൂ. അങ്ങയുടെ മനസ്സ് അന്യത്ര സജ്ജേ, മറ്റൊന്നിലും
സജ്ജ ചെയ്ത് ഒട്ടി നിൽക്കരുത് എന്ന് പറയാൻ. എന്ന് പറഞ്ഞാൽ പരീക്ഷത്തിനെ ഓർമ്മിപ്പിക്കുന്നത് തക്ഷകനും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണെന്ന് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിനെ നമുക്ക് തുടക്കത്തിൽ ഒരു രൂപത്തിൽ നിന്നും വേണം. അപ്പൊ ഇനി നമ്മളോട് പറയുകയാണെങ്കിൽ എങ്ങനെ വേണം? നമുക്കിതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. അപ്പൊ നമ്മുടെ തലത്തിൽ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കണം, ഭഗവാന്റെ ഏതെങ്കിലും ഒരു മിന്നിൻ പൊന്നിൻ കിരീടം തരിവളഘടകം കാഞ്ചിപൂജേനമാല ധന്വശ്രീ വത്സുകസ്തമിടകലരും ചാരുധൂരും ധാരാളം ശംഖും ചക്രം ഗദാപങ്കജമതിവിലസം 4 തൃക്കൈകളോടും സങ്കീർണം ശ്യാമവർണം ഹരിവപുരമരൻ പൂരയൻ മംഗളം വാ. അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും ഇല്ലേ? ആ തിളങ്ങുന്ന കിരീടം, നെറ്റിത്തടം, ഗോപിക്കുറി, ഭഗവാന്റെ കാരുണ്യം ചൊരിയുന്ന കണ്ണുകൾ, കുണ്ടലങ്ങളാൽ ശോഭിക്കുന്ന മുഖം, പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ, ഭഗവാന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ, ഭഗവാന്റെ കൗസ്തുഭം എന്ന മണി, ഭഗവാന്റെ ശ്രീവത്സം എന്ന മറുക്, ഭഗവാന്റെ ആഭരണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ശരീരം, ഭഗവാന്റെ വനമാല, ഭഗവാന്റെ ശംഖചക്ര കഥാപത്മങ്ങൾ, ഭഗവാന്റെ അതിമനോഹരമായ പീതാംബരം, ഭഗവാന്റെ കാലുകൾ, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിന് വേഗം അതിച്ചെന്നുറയ്ക്കാൻ പറ്റും. കുറച്ചു നേരത്തേക്ക്, കൂടുതൽ സമയമൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ മനസ്സ് അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഭഗവാന്റെ രൂപത്തെ ഉറപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷത്ത് മഹാരാജാവിനോട് പറയാണ്, പരീക്ഷത്തെ 2 തരം മുക്തികളുണ്ട് എന്ന് പറയാണ്, മോക്ഷങ്ങളുണ്ട്. ഇതിനെ പറയും ക്രമമുക്തി, സദ്യോമുക്തി എന്ന് പറയും. സദ്യോമുക്തി എന്ന് പറഞ്ഞാൽ സദ്യക്ക് പോകുന്ന സമയത്തുള്ള മുക്തിയല്ല, സദ്യ പെട്ടെന്ന് കിട്ടുന്ന മുക്തി, ഡയറക്റ്റ്. മറ്റൊന്ന് ക്രമപ്രകാരം. ഏതാണ് ക്രമപ്രകാരം, ഏതാണ് ഡയറക്റ്റ്?